Hi, good morning, dear students. Today, let us continue the lesson Disaster and Disaster Management in India. In the previous class, we have completed the fourth paragraph in the page number 104. Okay, let us continue. India has faced a number of disasters ranging from the natural disasters like floods, earthquakes, cyclones, tsunami, drought and landslides to man-made disasters like Bhopal gas tragedy. During this century, India has witnessed some major disasters which include Gujarat floods 2005, tsunami 2004, the Uttarakhand flash floods and the hurricane Phelan in the coastal Orissa and Andhra Pradesh in 2013. India has faced number of disasters like natural disasters. ഇന്ത്യ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. റേഞ്ചിങ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, പ്രകൃതി ദുരന്തങ്ങളായ പ്രളയം, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ്, സൈക്ലോൺസ്, സുനാമി, ഡ്രോട്ട് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ടു ഏതുവരെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമല്ല മാൻമെയ്ഡ് ഡിസാസ്റ്ററായ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984. ഒരു കൂട്ടം പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെയും നേരിട്ടിട്ടുണ്ട്. ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് സം മേജർ ഡിസാസ്റ്റേഴ്സ്. ഇന്ത്യ വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡ് അതിൽ ഉൾക്കൊള്ളുന്നതാണ് earthquake in 2001, Gujarat earthquake in 2001, then Mumbai Gujarat floods in 2005, tsunami of 2004, and last one Uttarakhand flash floods and hurricane Phelan in Orissa and Andhra Pradesh. ഇത്രയും പ്രകൃതി ദുരന്തങ്ങളെ ഇന്ത്യ അടുത്ത കാലത്തായിട്ട് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് ദ ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഐദർ നാച്ചുറൽ ഓർ ഇൻഡസ്ട്രിയൽ ആർ ഓൾവേസ് ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ഏതൊരു ദുരന്തമാകട്ടെ, പ്രകൃതിയാലുള്ളതോ വ്യാവസായികമായതോ ഏതായാലും അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഫലങ്ങൾ നാശനഷ്ടങ്ങളും മരണവും തന്നെയാണ്. വെൻ ഡിസാസ്റ്റേഴ്സ് സ്ട്രൈക്ക് ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, ദുരന്ത സമയത്ത് ജീവൻ രക്ഷാ സംവിധാനങ്ങളെയാണ് ആദ്യമായി ബാധിക്കുന്നത്. ഏതെല്ലാം ജീവസുരക്ഷാ സംവിധാനങ്ങൾ? നെയ്മലി കമ്മ്യൂണിക്കേഷൻ, പ്രധാനമായും ആശയവിനിമയം, പവർ സപ്ലൈ, കറണ്ട്, വാട്ടർ സപ്ലൈ, ജലവിതരണം, ആൻഡ് ഡ്രെയിനേജ്, ജലനിർഗമന സംവിധാനം. ജലനിർഗമന സംവിധാനം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം. ആർ ഡാമേജ്, അതാണ് ആദ്യം തന്നെ നശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ദുരന്തങ്ങളിലെ ഒരു സ്ഥലത്ത് ദുരന്തം നടന്നത് മറ്റു സ്ഥലത്ത് അറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാതാവും. അതുപോലെ തന്നെ കറണ്ട് ഇല്ലാതാവും. വാട്ടർ സപ്ലൈ നിലക്കും. അതുപോലെ തന്നെ ഡ്രെയിനേജ് ഉണ്ടാവുകയില്ല. ഡ്രെയിനേജ് ഇല്ല എന്ന് പറഞ്ഞാൽ ഫ്ലഡൊക്കെ വരികയാണെങ്കിൽ എല്ലായിടത്തും വെള്ളം നിറയും. മോർ ഓവർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ആൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. നമുക്ക് ജീവൻ തിരിച്ചു നൽകാനുള്ള സംവിധാനങ്ങളായ ഹോസ്പിറ്റലുകൾ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ ആൾസോ പുട്ട് അണ്ടർ സം സിവിയർ സ്ട്രെസ്. അതും ഭീകരമായ മാരകമായ സമ്മർദ്ദത്തിലായി മാറും. ലൈഫ് ആൾമോസ്റ്റ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ആൾസോ ബാഡ്ലി അഫക്റ്റഡ്. സാമ്പത്തിക വ്യാപാര പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റുന്നു. അതോടുകൂടി നമ്മുടെ സാമ്പത്തികമായ വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചു പോകുന്നു. ലൈഫ് ആൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവിതം ഏതാണ്ട് നിലച്ച ഒരവസ്ഥയിലേക്ക് മാറും. ദ സൈക്കോളജിക്കൽ ട്രോമാസ് കോസ്ഡ് ബൈ ദ ഡിസാസ്റ്റേഴ്സ് ആർ സംടൈംസ് സോ സിവിയർ ദാറ്റ് ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ വിക്ടിം. അതുപോലെ തന്നെ ദുരന്തങ്ങളാൽ ഉണ്ടാകുന്ന ശാരീരിക വിഷമതകളെക്കാളേറെ മാനസികമായി ഉണ്ടാകുന്ന ആഘാതങ്ങൾ സംടൈംസ് സോ സിവിയർ, അത് ചില സമയത്ത് വളരെയധികം മാരകമായിരിക്കും.
കാരണം ദ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ വിക്ടിം. ഇത് ആ ഒരു ഇരയുടെ, ആ ദുരന്തത്തിന് ഇരയായ ആളുടെ ജീവിതത്തെ മൊത്തം തന്നെ ബാധിച്ചെന്ന് വരാം. ഈ ദുരന്തത്തിനിരയായ അവരുടെ ശേഷിച്ച ജീവിതത്തെ മുഴുവനും ബാധിക്കുന്ന തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം അവരുടെ ഫാമിലിയിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിന് നഷ്ടപ്പെട്ടതാകാം. അതല്ലെങ്കിൽ അവർക്ക് തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ സംഭവിച്ചതാകാം. എങ്ങനെയായാലും അതിൻ്റെ ഫലം അയാളുടെ ജീവിതത്തെ മൊത്തം ബാധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ therefore along with other rehabilitation works, psychological rehabilitation should also be given due importance. അതുകൊണ്ട് തന്നെ മറ്റൊരു പുനരധിവാസത്തോടൊപ്പം മാനസികമായ പുനരധിവാസവും അല്ലെങ്കിൽ മാനസികമായ ഒരു നല്ല സ്ഥിതിയും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ ഫ്ലഡിലൊക്കെ പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, വൃദ്ധരായ ആളുകൾ, ആരും സഹായത്തിനില്ലാത്ത ആളുകൾ, ഇവരുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. അപ്പോൾ മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങൾ കൊണ്ടിലെ വീടോ അതുപോലെ തന്നെ സ്ഥലമോ പാർപ്പിട സൗകര്യമോ ഒന്നും അവർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അവരുടെ മറ്റു മാനസികമായ ഒരു സന്തോഷമാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതിനും ഒരു പ്രത്യേകമായ നല്ല ഒരു സ്ഥിതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. The impact is almost same even the case of man-made disasters like riots. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തമായ കലാപം പോലുള്ള ദുരന്തങ്ങളുടെയും സ്ഥിതി വ്യത്യാസമില്ല. ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഏതൊരു ദുരന്തമാവട്ടെ അതിന് ഏറ്റവും കൂടുതൽ ബാധിതരാകുന്നത് പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയാണ്. സൊസൈറ്റിയിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളാണ്. കാരണം ഹു ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലിവ്ലിഹുഡ്. കാരണം സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവരുടെ ജീവിതം അതോടുകൂടി വഴിമുട്ടും അല്ലേ. അവർ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്കുള്ള എല്ലാ ജോലി സാധ്യതകളൊക്കെ അതോടെ നഷ്ടമാകും. അപ്പോൾ അവർ ജീവിക്കാൻ വളരെയധികം പ്രയാസപ്പെടും. അത് നാച്ചുറൽ ഡിസാസ്റ്റർ ആവട്ടെ അതല്ല മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആവട്ടെ, ഏതായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദ പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഹു ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലിവ്ലിഹുഡ്. In some natural disasters like cyclones, tsunami and earthquake, it is the building structure which becomes the cause of the destruction and death. ഇനി പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്ററായ സൈക്ലോൺസ്, ചുഴലിക്കാറ്റ്, സുനാമി ആൻഡ് എർത്ത് ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങളുടെ കാരണമാണ് വിശദീകരിക്കുന്നത് അല്ലേ. അതിൻ്റെ മരണനിരക്ക് കൂടാൻ അല്ലേ. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ വിച്ച് ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. മരണത്തിനെയും അല്ലെങ്കിൽ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് സ്ട്രക്ചർ, ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങളുടെ ഘടനയാണ്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് only 30% of the building are constructed in accordance with the regulation laid down for ensuring safety and security. വികസ്വര രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഓൺലി 30% ബിൽഡിങ്ങുകൾ മാത്രമാണ്. അപ്പോൾ ബിൽഡിംഗ് സ്ട്രക്ചറാണ് സുനാമി, ചുഴലിക്കാറ്റ്, അതുപോലെ തന്നെ ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങളുടെ മരണത്തിനും അതുപോലെ തന്നെ നാശങ്ങൾക്കും കാരണമാകുന്നത് ഇവിടെയുള്ള ബിൽഡിംഗ് സ്ട്രക്ചറാണ്. വികസ്വര രാജ്യങ്ങളിൽ 30% ബിൽഡിങ്ങുകൾ മാത്രമേ ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻ ലേഡ് ഡൗൺ ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഭദ്രതയ്ക്കും വേണ്ടി മാത്രം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെയുണ്ട്. ഈ നിയമങ്ങൾക്ക് വിധേയമായി ആകെ 30% ബിൽഡിങ്ങുകൾ മാത്രമേ ഇവിടെ നിർമ്മിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ദ ലാക്ക് ഓഫ് മാസ്റ്റർ പ്ലാൻ ആൻഡ് ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ആൾസോ അഗ്രവേറ്റ് ദ കാഷ്വാലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിൻ്റെ കുറവ്, ലാക്ക് ഓഫ് മാസ്റ്റർ പ്ലാൻ ആൻഡ് ദ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, നിർമ്മാണ സാമഗ്രികളുടെ
നിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതും. ആൾസോ അഗ്രവേറ്റ്, അതും കൂട്ടുന്നു. ദ കാഷ്വാലിറ്റീസ് എറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തഫലങ്ങൾ, അതിൻ്റെ ഫലങ്ങളുടെ വ്യാപ്തി അത് വർദ്ധിപ്പിക്കുന്നു. ദെർഫോർ, അതുകൊണ്ട് തന്നെ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്, പൊതു അതുപോലെ തന്നെ സ്വകാര്യ കെട്ടിടങ്ങൾ നിയമം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പണിയാൻ പാടുള്ളൂ. അക്കോർഡൻസ് വിത്ത് ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. മോറോവർ, അതിനു പുറമെ കൺസ്ട്രക്ഷൻസ് ഷുഡ് സ്ട്രിക്ട്ലി അഡ്ഹോർ ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ അതോറിറ്റീസ്. അധികാരപ്പെട്ടവർ അംഗീകരിച്ച പ്ലാനിൽ മാത്രമേ നിർമ്മാണം നടത്താവൂ. എബോവ് ആൾ, അതിനൊക്കെ പുറമെ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മയും നാം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ഇവിടെയുള്ള സൈക്ലോണിൻ്റെയും അതുപോലെ തന്നെ എർത്ത് ക്വയ്ക്കിൻ്റെയും സുനാമിയുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഘടനയാണ്. വികസ്വര രാജ്യങ്ങളിൽ 30% ബിൽഡിങ്ങുകൾ മാത്രമേ നിയമങ്ങൾക്കനുസരിച്ച് പണിയുന്നുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായ പ്ലാൻ ഇല്ലാതെയും ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുമാണ് കെട്ടിടങ്ങൾ പണിയുന്നത്. ഇതൊക്കെയാണ് ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നിർബന്ധമായും സ്വകാര്യ പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നല്ല ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം, ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ബിൽഡിങ്ങുകൾ പണിയാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദുരന്തങ്ങളുടെ ഫലങ്ങൾ നമുക്ക് കുറക്കാൻ സാധിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്. The UNDAC along with the Government of India has jointly prepared an action plan for cities and towns vulnerable to earthquakes. UNDAC, United Nations Disaster Assessment and Coordination, ഇന്ത്യ ഗവൺമെൻറ്റുമായി ചേർന്ന് ഭൂകമ്പ ഭീഷണിയുള്ള നഗരങ്ങൾക്കായി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. UNDAC ഇന്ത്യ ഗവൺമെൻറ്റുമായി ചേർന്ന് ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വൾനറബിൾ ടു എർത്ത് ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ എന്തൊക്കെയാണത്? The existing building should be technically assessed and individual owners and group housing authorities should be informed about the weaknesses in their construction. ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ സാങ്കേതികമായി വിലയിരുത്തേണ്ടതും പണിയിലുണ്ടാകുന്ന പാളിച്ചകളെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥരെ അറിയിക്കേണ്ടതുമാണ്. Presently, it is estimated that around 1 million buildings are constructed every year in India, and equal number of them get damaged as a result of disasters. ഇപ്പോൾ ഏകദേശം ഇന്ത്യയിൽ ഒരു വർഷം 1 മില്യൺ കെട്ടിടങ്ങൾ പണിയുന്നുണ്ടെന്നും അത്ര തന്നെ കെട്ടിടങ്ങൾ ദുരന്തങ്ങളാൽ നശിക്കുന്നുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. In order to reduce the damage to the ബിൽഡിങ്ങുകളുടെ നാശം കുറക്കുന്നതിന് വേണ്ടി എ മോണിറ്ററിംഗ് മെക്കാനിസം ഷുഡ് ബി സെറ്റപ്പ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്. ദുരന്ത സാധ്യതാ മേഖലകളിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കേണ്ടതുണ്ട്. which must act in proper coordination with the concerned authorities to ensure the fulfillment of building codes. ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം കെട്ടിട നിർമ്മാണങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുമായി യോജിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ്റുമായി ചേർന്ന് UNDAC ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ കേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്,
ദുരന്ത നിവാരണം, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ഡിസാസ്റ്ററിനെ കുറിച്ചാണ്, ഇന്ത്യയിൽ നടക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ആ ദുരന്തങ്ങൾ എങ്ങനെ കുറക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ദുരന്തങ്ങളുടെ നാശം, ഏതെല്ലാം കാര്യങ്ങളെയാണ് ദുരന്തം ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ദുരന്ത നിവാരണ സമിതിയെക്കുറിച്ചാണ് പറയുന്നത്. In the case of disaster management, the state governments play a major role with the central government only plays a facilitating role. ദുരന്ത നിവാരണ സമിതിയുടെ കാര്യത്തിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ, ഒരു ഫെസിലിറ്റേറ്റിംഗ് റോൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതൊക്കെ നമുക്ക് നമ്മുടെ 2018 ഫ്ലഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം. സംസ്ഥാന തലത്തിൽ എന്തെല്ലാം കമ്മിറ്റികളാണുള്ളതെന്നും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ ആരൊക്കെയുണ്ടെന്നും നമുക്ക് നോക്കാം. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ദർ ഇസ് എ സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദ സീനിയർ സെക്രട്ടറീസ് ഓഫ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് NGOs. സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന പേരിൽ വിവിധ വകുപ്പുകളെ സീനിയർ സെക്രട്ടറിമാരും NGOയിലെ പ്രതിനിധികളും അടങ്ങുന്ന ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അറ്റ് ദ നാഷണൽ ലെവൽ, എന്നാൽ ദേശീയ തലത്തിൽ ദർ ഇസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. അവിടുത്തെ കമ്മിറ്റിയുടെ പേരാണെന്ത്? നമ്മുടേത് ഇവിടെ ഉള്ളത് സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അറ്റ് ദ സെയിം ടൈം നാഷണൽ ലെവൽ ദർ ഇസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഹെഡഡ് ബൈ ദ ക്യാബിനറ്റ് സെക്രട്ടറി. അത് ആരാണ്? ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ദ സെക്രട്ടറീസ് ഫ്രം ദ മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ സർക്കാർ വകുപ്പുകളിലുള്ള സെക്രട്ടറിമാരും ക്യാബിനറ്റ് സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘം. ദ സെൻട്രൽ ഗവൺമെൻറ് വിത്ത് പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ദ വേരിയസ് മിനിസ്ട്രീസ്. കേന്ദ്ര ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങളുമായി കൈകോർത്ത് സംസ്ഥാനങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകുന്നു. Provides necessary support to the states, which includes defense services like airdropping, rescuing, searching, transport of relief goods, etc., and availability of rail and ferry services, health personnel and medical support. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങളുമായി കൈകോർത്ത് സംസ്ഥാനങ്ങൾക്ക് വേണ്ട ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകുന്നു. ഏതുപോലെയുള്ള സഹായങ്ങൾ? പ്രതിരോധ സംവിധാനങ്ങളായ എയർ ഡ്രോപ്പിംഗ്, അതുപോലെ തന്നെ റെസ്ക്യൂയിങ് രക്ഷപ്പെടുത്തൽ, ദെൻ സെർച്ചിങ് തെരഞ്ഞു കണ്ടെത്തൽ തിരച്ചിൽ, ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ് ദുരിതാശ്വാസ സാധനങ്ങളുടെ വിതരണം, ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ഫെറി ആൻഡ് റെയിൽ സർവീസസ് റെയിൽവേ സംവിധാനങ്ങൾ, ഫെറി സംവിധാനങ്ങൾ, ദെൻ ഹെൽത്ത് പേഴ്സണൽ ആരോഗ്യ സംവിധാനങ്ങൾ, ആൻഡ് മെഡിക്കൽ സപ്പോർട്ട് ചികിത്സാ സഹായം തുടങ്ങിയവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വിവിധ മന്ത്രാലയങ്ങളുമായി ചേർന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകുന്നു. ഇനി പറയുന്നത് റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തെക്കുറിച്ച്. റീഹാബിലിറ്റേഷൻ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദുരന്ത നിവാരണ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുനരധിവാസമാണ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നോൺ റൂട്ടീൻ ഇവൻറ്റ്സ്, ദുരന്തങ്ങൾ അപൂർവമായി ഉണ്ടാകുന്നത് കൊണ്ട്, ഒരിക്കലും ദിനേനയുണ്ടാകുന്ന സംഭവങ്ങളല്ല, അതുകൊണ്ട് തന്നെ ദേ റിക്വയർ നോൺ റൂട്ടീൻ റെസ്പോൺസസ് ഫോർ ദ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. യഥാർത്ഥത്തിലുള്ള എഫക്റ്റീവ് മാനേജ്മെൻറ്റിന് വേണ്ടിയും അതുപോലെ തന്നെ പുനരധിവാസത്തിന് വേണ്ടിയും അതിന് എപ്പോഴും ഉണ്ടാകുന്നതല്ല അല്ലേ, കൃത്യമായുള്ളത് അപൂർവമായുള്ള പുനരധിവാസവും അപൂർവമായിട്ടുള്ള മാനേജ്മെൻറ്റും അത്യാവശ്യമാണ്. ദിസ് മീൻസ്, ഇതിനർത്ഥം ദ ഗവൺമെൻറ് കനോട്ട് റിലേ ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ് ഓർ ഇംപ്ലിമെൻറ്റ് ടു അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്. ഏത് ദുരന്തങ്ങളാണോ അവയ്ക്ക് യോജിത തരത്തിലുള്ള സേവനങ്ങളാണ് ഇവിടെ വേണ്ടത്. ഇതിനർത്ഥം ത്വരിതഗതിയിലുള്ള തീരുമാനങ്ങളെടുക്കാൻ സാധാരണ മാർഗങ്ങളെ സമീപിക്കുവാൻ ഗവൺമെൻറ്റിന് കഴിയുകയില്ല. അതുകൊണ്ട്
There should be a proper coordination among various departments of the government to bring speedy relief to the victim. ഇരയായവർക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസമെത്തിക്കാൻ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിൽ ശരിയായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. Moreover, and rescue teams require the learning special skills and attitudes in dealing with disasters. Additionally, they need to be well equipped with the latest technologies. അതുപോലെ തന്നെ ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് പ്രത്യേക മേഖലകളിൽ പരിശീലനം നൽകണം. അവർ സർവ്വസന്നാഹങ്ങളോട് കൂടിയായിരിക്കണമെന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിയിരിക്കുകയും വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡി റിലീഫ് നമുക്ക് ഇരയായവർക്ക് നൽകണം, പെട്ടെന്നുള്ള മോചനം നൽകണം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകൾക്ക് ആ ഒരു വിഷയത്തിൽ നല്ല സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളെ നേരിടാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. പെട്ടെന്ന് അല്ലേ ഈ ഒരു ദുരന്തങ്ങൾ കാണുമ്പോൾ അത് പരിഭ്രമിച്ച് നിൽക്കുന്നവരാവരുത്. ഏതിനെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കരുത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദേ നീഡ് ടു ബി വെൽ എക്യുപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. പുതിയ സാങ്കേതിക വിദ്യയൊക്കെ സ്വായത്തമാക്കിയവരായിരിക്കണം ഈ റെസ്ക്യൂ ടീംസ്. അപ്പോൾ ഇത്രയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പറയുന്നത് എന്താണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ് ദെയർ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. ദുരന്ത നിവാരണ സമിതിക്ക് പ്രാധാന്യം ലഭിച്ചത് വളരെ വൈകിയാണ് അല്ലേ. ദ ഹോൾ പർപ്പസ്, എന്താണ് ഈ ദുരന്ത നിവാരണ സമിതിയുടെ ലക്ഷ്യം? ദുരന്തങ്ങളെ ഇല്ലാതാക്കലാണോ? എന്താണ് നമുക്ക് നോക്കാം. ദ ഹോൾ പർപ്പസ് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് ദീസ് നാച്ചുറൽ ഓർ മാൻമേഡ് ഡിസാസ്റ്റർ. ദുരന്ത നിവാരണ സമിതിയുടെ ഉദ്ദേശം ഇവിടെയുള്ള പ്രകൃതിയാലുള്ള അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റലല്ല. ഒരു തുടച്ചു മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല, ഒഴിവാക്കാൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷെ എന്ത് സാധിക്കും? We may not be able to avoid many of these disasters. ഇവിടെയുള്ള ദുരന്തങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും but we can definitely mitigate their impact. പക്ഷേ അതിൻ്റെ ഫലങ്ങളെ, നാശത്തിൻ്റെ വ്യാപ്തി കുറക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അതാണ് ദുരന്ത നിവാരണ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, then let us discuss the question answer. The next question, which is the man-made disaster that India witnessed in the last century? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ച മനുഷ്യനിർമ്മിത ദുരന്തം ഏതാണ്? The man-made disaster that India witnessed in the last century is the Bhopal gas tragedy 1984. The next question, name some of the major natural disasters faced India during this century. ഈ ഒരു നൂറ്റാണ്ടിൽ ഇന്ത്യ അഭിമുഖീകരിച്ച പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഈ ഒരു പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സം ഓഫ് ദ മേജർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഫേസ്ഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെഞ്ചുറി ആർ the Gujarat earthquake 2001, Mumbai Gujarat floods 2005, tsunami 2004, Uttarakhand flash floods and the hurricane failing in coastal Orissa and Andhra Pradesh 2013. ഇതാണ് അതിൻ്റെ ആൻസർ. The next question, which are the lifeline support system that get damaged in disasters? ദുരന്തങ്ങൾക്കിടയിൽ താറുമാറാകുന്ന ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? Which are they? The lifeline support systems, namely communication, power supply, water supply, drainage get damaged. Healthcare and hospitals come under severe stress. Commercial and economic activities are badly affected. Life then almost comes to a standstill. The next question, which is the man-made disaster mentioned here? ഇവിടെ മെൻഷൻ ചെയ്ത പരാമർശിച്ച മനുഷ്യനിർമ്മിതമായ ദുരന്തം ഏതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു. ദ മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ മെൻഷൻഡ് ഹിയർ ഈസ് റയോട്ട്സ്. കലാപമാണത്.
The most affected are the poor sections of the society. It is so because they have to work daily to earn their livelihood. The next question. What are the major limitations in constructing safe and secure buildings? ഭദ്രവും സുരക്ഷിതവുമായ കെട്ടിടങ്ങൾ പണിയുന്നതിലെ പോരായ്മകൾ എന്തൊക്കെയാണ്? The major limitations in constructing safe and secure buildings are people do not follow the regulations laid down for ensuring safety and security. In developing countries, only 30% of the buildings are constructed in accordance with the regulations. Then the lack of master plan. Then the inferior quality of materials used for constructions also major limitations. ഇതൊക്കെയാണ് ഇവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിൻ്റെ പോരായ്മകൾ. The next question. What measures need to be taken to ensure the safety and security of the building? കെട്ടിടങ്ങളുടെ ഭദ്രതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ വേണ്ടി നാം സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? What are they? Both private and public buildings should be constructed according to the guidelines prescribed by law. സ്വകാര്യ പൊതുമേഖലകളിലെ കെട്ടിടങ്ങൾ മുഴുവനും നിയമം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കൺസ്ട്രക്ഷൻസ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ മാസ്റ്റർ പ്ലാൻ. അധികാരികൾ അംഗീകരിച്ച പ്ലാൻ അനുസരിച്ച് തന്നെ കെട്ടിടങ്ങൾ പണിയണം. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. നല്ല സാധനങ്ങൾ, ഗുണനിലവാരമുള്ള സാധനങ്ങളായിരിക്കണം നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത്. Then next question. What is the requirement in the areas vulnerable to earthquakes in order to reduce damage and deaths? ഭൂകമ്പ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ മരണനിരക്കും നാശനഷ്ടങ്ങളും കുറക്കുവാൻ വേണ്ടി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? The existing buildings should be technically assessed by owners should be informed about the weaknesses in their construction. Then it is to reduce the damage and buildings, a monitoring mechanism should be set up. It should work a proper coordination with the concerned authorities to ensure the fulfillment of building codes. അതാണ് ഇതിൻ്റെ ആൻസർ. The next question, which is the structure of the state and central level committees of disaster management? ദുരന്ത നിവാരണ സമിതിയുടെ കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റികളുടെ ഘടന ഏതൊക്കെയാണ്? സൈഡിലെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. At the state level, there is a state level disaster management committee consisting of the senior secretaries of the various departments and representative of NGOs. Whereas the national level, there is a crisis management committee headed by the cabinet secretary and the secretaries from the major departments of the government. The next question, how does the central government coordinate the disaster management activities in India? ഇന്ത്യയിലെ ദുരന്ത നിവാരണ സമിതി പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? The central government with proper coordination with the various ministries give necessary support to the state. കേന്ദ്ര ഗവൺമെൻറ് ഇതര മന്ത്രാലയങ്ങളുമായി കൈകോർത്ത് സംസ്ഥാനങ്ങൾക്കുള്ള ആവശ്യമായ സഹായം നൽകുന്നു. ജസ്റ്റ് ലൈക്ക് എയർ ഡ്രോപ്പിംഗ്, rescuing, searching, transport of relief goods, availability of rail and ferry services, health personnel and medical support. The next question, what are the special requirements of the rescue teams according to the author? എഴുത്തുകാരിയുടെ അഭിപ്രായത്തിൽ പ്രവർത്തകർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകമായ ആവശ്യകതകൾ എന്തൊക്കെയാണ്? The rescue teams should have a special skills. പ്രത്യേകമായ സ്കില്ല് വേണം. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഡീലിംഗ് ഡിസാസ്റ്റേഴ്സ്. പ്രത്യേകമായ പരിശീലനങ്ങൾ നൽകണം. ദേ നീഡ് ടു ബി വെൽ എക്യുപ്ഡ്. സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ഹാവ് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയവരായിരിക്കണം. The last question, what is the purpose of the disaster management? ദുരന്ത നിവാരണ സമിതിയുടെ ഉദ്ദേശം എന്താണ്? The purpose of disaster management is to reduce the destructive impact of disasters. ദുരന്തങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കുറക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം.
It is not possible to prevent or avert many of these disasters, but with proper disaster management, ഇവിടെയുള്ള ദുരന്തങ്ങളെ മുഴുവൻ തടയാനോ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വിത്ത് പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, യഥാർത്ഥത്തിലുള്ള ദുരന്ത നിവാരണ കൊണ്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി റെഡ്യൂസ്, മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ ഡെത്ത് ആൻഡ് ഡാമേജ് കോസ്ഡ് ബൈ ദം, അതിനാലുണ്ടാകുന്ന മരണവും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറി കൂടി ഒന്ന് നോക്കാം. സമ്മറി ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കാരണം ഇതിൽ പ്രത്യേകമായിട്ടൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതിൻ്റെ ചെറിയൊരു രൂപത്തിൽ എഴുതിയതാണ്. പ്രത്യേകമായൊന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദാറ്റ്സ് ഇനഫ്. അല്ലേ, ഡിസാസ്റ്റേഴ്സ് ആർ വെരി വെരി കോമൺ അല്ലേ. ആ ഒരു പാരഗ്രാഫ് മുതൽ അങ്ങനെ എഴുതിയതാണ്. ഇതിനെക്കുറിച്ചൊരു എസ്സേ വേണമെങ്കിൽ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതാൻ അത്രമാത്രം, വളരെ ഷോർട്ടായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.